Hi everyone, welcome back to English Vibes with Deepa. ഇന്ന് നമ്മുടെ ടെൻസസ് എന്ന ഇൻട്രൊഡക്ഷൻ ടു ടെൻസസ് എന്ന ക്ലാസിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ്. എന്താണ് ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ ഭാവി കാലം, അതിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, അതിന്റെ സബ്ഡിവിഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ യൂസേജ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. കൂടുതൽ എക്സാമ്പിൾ സഹിതം അതിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഫ്യൂച്ചർ ടെൻസിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഏതൊക്കെ ടൈപ്പാണ് ഫ്യൂച്ചർ ടെൻസിലെ ഡിവിഷൻസ് എന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ബേസ്ഡ് ഓൺ ടൈം ഫ്രെയിം 3 ടെൻസ് ആണ്, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതിൽ തന്നെയുള്ള സബ് ഡിവിഷൻസ് നമ്മൾ പ്രസന്റും പാസ്റ്റും കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലീറ്റ് മനസ്സിലാക്കിയതാണ്. ഇനി നമ്മൾ ഫ്യൂച്ചർ ടെൻസിലേക്കാണ് പോകുന്നത്. ഫ്യൂച്ചർ ടെൻസും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 സബ് ഡിവിഷൻസ് ആണുള്ളത്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതുപോലെ തന്നെ 4 ടെൻസസ് ആണ് ഫ്യൂച്ചറിലും ഉള്ളത്. ഇനി നമുക്ക് അതിൽ ഒന്നാമത്തെ ഡിവിഷനായ ഫ്യൂച്ചർ ഇൻഡെഫിനിറ്റ് ടെൻസ് അല്ലെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. സിമ്പിൾ ഫ്യൂച്ചർ ഈസ് യൂസ്ഡ് ടു റെഫർ ദ ആക്ഷൻസ് ദാറ്റ് വിൽ ടേക്ക് പ്ലേസ് ആഫ്റ്റർ ദ ആക്ട് ഓഫ് സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ്. അതായത് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഷാൾ പ്ലേ, ഷീ വിൽ പ്ലേ എന്നൊക്കെയാണ് അതിന് എക്സാമ്പിൾ. സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് V1 പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് ആണ്. അതായത് വിൽ ഓർ ഷാൾ എന്നുള്ള ഓക്സിലറിക്ക് ശേഷം വെർബിന്റെ ഒന്നാമത്തെ രൂപമാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് V1 പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് ഇസ് ദ എക്സാമ്പിൾ ഓഫ് ഫ്യൂച്ചർ ഇൻഡെഫിനിറ്റ് ടെൻസ് ഓർ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. Next, we move on to future continuous tense. എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്? നേരത്തെ നമ്മൾ 2 കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചിട്ടുണ്ട്, പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും. Now we are moving to the continuous tense, third continuous tense, that is future continuous tense. The future continuous tense is used to describe actions ongoing in the future. The future progressive is used to refer continuing action that will occur ഇൻ ദി ഫ്യൂച്ചർ. അതായത് ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഷാൽ ബി പ്ലേയിങ്, ഷീ വിൽ ബി പ്ലേയിങ്. ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. എന്താണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയാൻ? വെർബിന്റെ ING ഫോം പ്ലസ് റെസ്റ്റ് ഓഫ് ദി സെന്റൻസ്. ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ വരുന്നത്. അതായത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതിന് എക്സാമ്പിൾ ആണ് ഐ ഷാൽ ബി പ്ലേയിങ്, ഷീ വിൽ ബി പ്ലേയിങ് എന്നുള്ളതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അതിന്റെ സ്ട്രക്ചർ വൺസ് അഗൈൻ ഐ ആം ടെല്ലിങ്, സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ പ്ലസ് റെസ്റ്റ് ഓഫ് ദി സെന്റൻസ്. അപ്പൊ നമ്മള് സിമ്പിൾ ഫ്യൂച്ചറും ഫ്യൂച്ചർ കണ്ടിന്യൂസും എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് മൂന്നാമത്തെ ഡിവിഷനായ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നോക്കാം. എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്? ദി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു റെഫർ ടു ആൻ ആക്ഷൻ ദാറ്റ് വിൽ ബി കംപ്ലീറ്റഡ് സം ടൈം ഇൻ ദി ഫ്യൂച്ചർ ബിഫോർ അനദർ ആക്ഷൻ ടേക്സ് പ്ലേസ്. അതായത് ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഇസ് യൂസ്ഡ് ടു റെഫർ ടു ആൻ ആക്ഷൻ ദാറ്റ് വിൽ ബി കംപ്ലീറ്റഡ് സം ടൈം ഇൻ ദി ഫ്യൂച്ചർ ബിഫോർ അനദർ ആക്ഷൻ ടേക്സ് പ്ലേസ്. ഫോർ എക്സാമ്പിൾ, ഐ ഷാൽ ഹാവ് പ്ലേഡ്, ഷീ വിൽ ഹാവ് പ്ലേഡ്. ഇതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ഷാൾ ഓർ വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് റെസ്റ്റ് ഓഫ് ദി സെന്റൻസ് ആണ്. സബ്ജക്റ്റ് പ്ലസ് ഷാൾ ഓർ വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ്. അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അതായത് നമ്മൾ പറയില്ലേ സാധാരണയായിട്ട്, നാളെ ഈ സമയമാകുമ്പോഴേക്കും ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഐ ഷാൽ ഹാവ് റെഡ് ദ ബുക്ക് ബൈ ടുമോറോ
5 PM എന്നൊക്കെ പറയുന്നത്. അതായത് ഫ്യൂച്ചറിലാണ് ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആക്ഷൻ ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദി ലാസ്റ്റ് ടെൻസ്. നമ്മൾ ടെൻസിനെ കുറിച്ച് മനസ്സിലാക്കിയതിലല്ല ലാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. The future perfect continuous tense is used to indicate a continuing action that will continue until a point in the future. ഒരു ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഐ ഷാൾ ഹാവ് ബീൻ പ്ലേയിങ്. എക്സാമ്പിൾ നോക്കിയേ, ഐ ഷാൾ ഹാവ് ബീൻ പ്ലേയിങ്, ഷീ വിൽ ഹാവ് ബീൻ പ്ലേയിങ് എന്നതൊക്കെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? ഇറ്റ് ഈസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് ബീൻ പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ പ്ലസ് റെസ്റ്റ് ഓഫ് ദി സെന്റൻസ്. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ എക്സാമ്പിൾ. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ 3 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു ടെൻസസ് എന്നുള്ള ഫസ്റ്റ് പാർട്ട്, അതിൽ ഞാൻ പ്രസന്റ് ടെൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടായിട്ടുള്ള പാസ്റ്റ് ടെൻസിനെ കുറിച്ച് സെക്കൻഡ് വീഡിയോയിൽ പറഞ്ഞു. നൗ ദിസ് ഇസ് ദ തേർഡ് പാർട്ട് ആൻഡ് ഹിയർ ഐ ഡിസ്ക്രൈബ് ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസും അതിന്റെ സ്ട്രക്ചറും യൂസേജുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടെൻസിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഈ 3ഉം കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് വളരെ കൃത്യമായിട്ട് ടെൻസിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ, വ്യക്തമായിട്ട് ഒരു ഐഡിയ കിട്ടുന്നതാണ്. സോ എവ്രിബഡി മേക്ക് യൂസ് ഓഫ് ദിസ് വീഡിയോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പോയിന്റ്സ് ഡിസ്കസ്ഡ് ഹിയർ. ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് ഇന്ന് നമ്മൾ കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഫ്യൂച്ചർ ടെൻസ് എന്താണെന്നും അതിന്റെ സ്ട്രക്ചർ, അതിന്റെ യൂസേജ് എന്നൊക്കെ നമ്മൾ വിശദമായി മനസ്സിലാക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. If you like this video, please like, share and subscribe. Thank you.